നമസ്കാരം. മലയാള സിനിമ വ്യവസായത്തിൽ ഒരു സിനിമ വിജയിച്ചോ ഇല്ലയോ എന്നറിയുന്നതിനെ സംബന്ധിച്ചുള്ള വിവിധ തരം ചർച്ചകൾ നടക്കുകയാണ്. സിനിമ വിജയിച്ചോ അല്ലെങ്കിൽ പരാജയപ്പെട്ടോ, അതിലെ നഷ്ടമാർക്കാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രൊഡ്യൂസറിന് എന്ത് കിട്ടി, ഇത്തരത്തിലുള്ള ചർച്ചകൾ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓരോ മാസവും റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ അതിൻ്റെ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന പണം എത്രയാണ് എന്ന് പരസ്യപ്പെടുത്തുന്ന ഒരു രീതിക്കും തുടക്കമായി. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ നല്ലതാണ്. കാരണം മലയാള സിനിമാ വ്യവസായത്തിലേക്ക് ഒരുപാട് നിർമ്മാതാക്കൾ വരികയും സിനിമ എടുക്കുകയും അവർ കൈപൊള്ളുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ എപ്പോഴും. അപ്പോൾ അത് അവർക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ഇത്തരം ഒരു തിരിച്ചറിവുകൾ അവരെടുത്തു ചാടാതെ, സിനിമാ നിർമ്മാണ രംഗത്തേക്ക് എടുത്തു ചാടാതെ പിന്നോട്ട് നിൽക്കാനും സുരക്ഷിതമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു പോകാനും ഒക്കെ പറ്റുമായിരിക്കും. യഥാർത്ഥത്തിൽ സിനിമാ നിർമ്മാണം അല്ലെങ്കിൽ സിനിമാ നിർമ്മാണത്തിൻ്റെ വലിപ്പം, അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇത്തരം ഒരു കണക്ക് പുറത്തു വിടുമ്പോൾ അതിനെ സംബന്ധിച്ച് അത് പുറകോട്ട് വലിക്കുന്ന ഒരു രീതി പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് പുറത്തു വരുമ്പോൾ ഈ പുതുതായിട്ട് വരുന്ന ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഈ കണക്കുകൾ കേട്ടാൽ ഒരുപക്ഷെ അയാൾക്ക് സിനിമാ നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിയാം. അല്ലെങ്കിൽ അവരെ പോലുള്ളവർക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് നല്ലതാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇങ്ങനൊരു കണക്ക് പുറത്തു വിടുന്നതുകൊണ്ട് ഇപ്പോൾ 50 കോടി മുടക്കിയാൽ 100 കോടി കിട്ടും എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു പ്രൊഡ്യൂസറിന് ഈ കണക്കുകൾ കാണുമ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് പിന്തിരിയാം. അത്തരത്തിൽ നോക്കിയാൽ നല്ലതാണ്. ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു സിനിമയുടെ വലിപ്പം, മലയാള സിനിമയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനേക്കാൾ വലുതാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രി, അതിനേക്കാൾ വലുതാണ് തെലുങ്ക്, അതിനും മുകളിലാണ് ബോളിവുഡും ഹോളിവുഡും. അപ്പം നമ്മൾ ആ സിനിമയുടെ ഒരു വലിപ്പം മനസ്സിലാക്കി വേണം അതിനോട് സമീപിക്കാൻ. അപ്പോൾ ആ വലിപ്പത്തെ വളരെ കുറച്ച് കാണിക്കുന്ന, വളരെ പുറത്തോട്ടടിക്കുന്ന തരത്തിലുള്ള ഒരു കണക്കാണ് ഇവർ യഥാർത്ഥത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയെന്ന് പറയുമ്പോൾ ഒരു മായിക വലയവും അത് നിർമ്മിക്കാൻ വരുന്നവർ അത് ആകർഷിക്കപ്പെട്ട് അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഇഷ്ടപ്പെട്ടാണ് അതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്ന 100-120 ദിവസം കൊണ്ട് ഒരു സംഘം ആൾക്കാർ ആ നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുകയും അതിൻ്റെ വിജയപരാജയങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ സംഭവമാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണണം. ഇപ്പം നമ്മൾ ഏതൊരു പ്രസ്ഥാനമായാലും അതിൻ്റെ ഒരു വലിപ്പത്തിൽ അതിനെ കാണുമ്പോഴാണ് അതിന് ഗ്രോത്ത് ഉണ്ട് അല്ലെങ്കിൽ അതിന് വളർച്ചയുണ്ട് എന്ന് മനസ്സിലാകും. ഇതിനെ താഴ്ത്തി വളരെ അതിൻ്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലെന്തോ ഒരു രസക്കുറവുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ വിഴിഞ്ഞത്ത് തുറമുഖം വരുന്നു, അന്താരാഷ്ട്ര തുറമുഖം വരുന്നു. ആ തുറമുഖം വരുമ്പോൾ ആ തുറമുഖ നിർമ്മാണ കമ്പനികൾക്ക് മാത്രമല്ല, അപ്പം ഈ തുറമുഖ കമ്പനിക്ക് മാത്രമല്ല ലാഭം ഉണ്ടാകുന്നത്, അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന വ്യവസായികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ഹോസ്പിറ്റാലിറ്റി മേഖലകൾക്കും അങ്ങനെ നിരവധി ബ്രാഞ്ചുകളിലേക്കും അതിൻ്റെ ആനുകൂല്യവും ലാഭവും എത്തിച്ചേരും. അപ്പോൾ അതുപോലെ തന്നെയാണ് സിനിമ. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമാ നിർമ്മാതാവ് വരുന്നതോടുകൂടി ആ സിനിമ എഴുതുന്ന ഒരു പേപ്പറും പേനയും കൊണ്ട് എഴുതുന്ന തിരക്കഥാകൃത്ത് തൊട്ട് അതിൻ്റെ ഒരുപാട് ഹെഡുകളിലേക്ക്, അതായത് സംവിധായകൻ, തിരക്കഥാകൃത്ത്, ആർട്ട്, മേക്കപ്പ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ പ്രൊമോഷൻ ചെയ്യുന്നവർ, ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള 100 കണക്കിന് ആൾക്കാർക്ക് അതിൻ്റെ ബെനഫിറ്റ് ഉണ്ടാകുകയും അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുകയും അവരുടെ ജീവസന്ധാരണത്തിനുള്ള വഴി തുറക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് സിനിമ. അപ്പോൾ അതിനെ ആ വലിപ്പത്തിൽ കാണണം, ആ അർത്ഥത്തിൽ കാണണം. അപ്പോൾ അതിനെ 100 കോടി കിട്ടിയാൽ 3 കോടിയെ പ്രൊഡ്യൂസറിനുള്ളൂ എന്ന് കാണുന്നതിനകത്ത് എന്ന് പറയുമ്പോൾ പുതിയ ഒരാളിന് വരുമ്പോൾ അയാളെ സംബന്ധിച്ച് ഇത് നോക്കി ഇതിൽ വരാതിരിക്കാം. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ഈ സിനിമയുടെ വലിപ്പത്തിൽ കാണണം, വലിപ്പത്തിൽ കണ്ടുകൊണ്ട് അങ്ങനെ വേണം വിലയിരുത്തേണ്ടത്. ഉദാഹരണത്തിന് വലിയ കമ്പനികൾ, ഇപ്പം ഇൻഫോസിസ് അല്ലെങ്കിൽ ടാറ്റ, ഇതുപോലുള്ള കമ്പനികൾ അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അവരുടെ നെറ്റ് ലാഭം എന്ന് പറയുന്ന ടാക്സും എല്ലാം കഴിച്ചു വരുന്ന ലാഭം അത്രയും കാണത്തില്ല. പക്ഷേ ആ കമ്പനികളുടെ ടേൺ ഓവറാണ്
വാർഷിക വരുമാനമായിട്ടോ അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ടോ അവർ കാണിക്കുന്ന ടേൺ ഓവറാണ്, അതിൻ്റെ വലിപ്പമാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സിനിമയെ അങ്ങനെ ഒരു വ്യവസായമായി കണ്ട് അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനവും അതിൻ്റെ അതുകൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് പേരുടെ വരുമാനവും ഒക്കെ കണ്ട് ആ വലിപ്പത്തിൽ വേണം വിലയിരുത്തേണ്ടത്. ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രൊഡ്യൂസറിന് ഒരു ഭാഗം, അതുപോലെ തന്നെ എക്സിബിറ്റേഴ്സിന് ഒരു ഭാഗം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് GST ഇനത്തിലും ടാക്സ് ഇനത്തിലും അതേ തുല്യമായ ഒരു ഭാഗം. അങ്ങനെ ഒരു 1,00,000 രൂപ കിട്ടിയാൽ ഏകദേശം 97,000 രൂപ, അതായത് 30,000, 27,000 അങ്ങനെ ഡിവൈഡ് ചെയ്ത് വിവിധ ഏജൻസികൾക്കാണ് ആ പ്രോഫിറ്റ് ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇത് ഇങ്ങനത്തെ ഒരു വ്യവസായം സജീവമായി നിൽക്കുന്നത് കൊണ്ടാണല്ലോ എക്സിബിറ്റേഴ്സിന്, അതായത് തിയേറ്റർ വ്യവസായം തലമുറകളായി ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ A-B-C ക്ലാസ്സുകളിൽ കേരളത്തിൽ മുഴുവൻ റിലീസ് ചെയ്തപ്പോൾ അവരുടെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഒരു പരിധിവരെ തീർന്നു എന്നാണ് പറയുന്നത്. അത്തരം ഒരു സിനിമ വന്ന് ആ സിനിമ ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ റൂറൽ അല്ലെങ്കിൽ ആറ്റിങ്ങൽ പോലെ ഒരു ഏരിയയിൽ അവിടെ 8-10 തിയേറ്ററുകളുണ്ട്. ഓരോ തിയേറ്ററിനും 17 ലക്ഷം 15 ലക്ഷം പിന്നെ തരാതരം പോലെ 25 ലക്ഷം രൂപ വരെ ഷെയർ വന്നിരിക്കുകയാണ് ഈ 2 ആഴ്ച കൊണ്ട് ഈ സിനിമയിൽ നിന്ന്. അപ്പോൾ അത് നമ്മൾ വളരെ കുറച്ച് കാണേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വരുമാന സ്രോതസ്സുകൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട മാത്രമാണ്. അതിനെ നമ്മൾ പ്രൊഡ്യൂസറിന് ഇത്ര കിട്ടി എന്ന് പറഞ്ഞ് അതിനെ കുറച്ച് കാണാൻ പാടില്ല. ഇതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഈ സോഡ വിൽക്കുന്നവരും സൈക്കിൾ പാർക്ക് ചെയ്യുന്നവരും അങ്ങനെ നിൽക്കുന്ന ഈ വ്യവസായത്തിൽ ഇതുപോലെ നിൽക്കുന്നവർ എല്ലാവരിലേക്കും പണം എത്തുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ സിനിമ. അങ്ങനെ സിനിമയുടെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും വരുന്ന വരുമാനം അതിൻ്റെ വിജയഘടകമാക്കി അതിൻ്റെ സിനിമയിൽ നിന്നുള്ള വരുമാനമായി കണക്കാക്കി അതും കൂടെ ഉൾപ്പെടുത്തി വേണം അതിൻ്റെ ഒരു വരുമാനം നിശ്ചയിക്കാൻ. അല്ലാതെ തിയേറ്ററിൽ നിന്ന് വരുന്ന നെറ്റ് പ്രോഫിറ്റ് മാത്രം പറഞ്ഞുകൊണ്ട് ഇതാണ് സിനിമയ്ക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരുപാട് സോഴ്സുകളിൽ നിന്ന് സിനിമയ്ക്ക് വരുമാനം വരാനുണ്ട്. അതായത് സിനിമയുടെ ഓഡിയോ റൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ വീഡിയോ റൈറ്റ്സ് ഉണ്ടായിരുന്നു, സാറ്റലൈറ്റ് റൈറ്റ്സ് ഉണ്ട്, ഓവർസീസ് റൈറ്റ് ഉണ്ട്, ഇപ്പോൾ വിദേശ റൈറ്റുകൾ യൂറോപ്പിൽ, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ, അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിൽ, പിന്നെ അവിടെ നിന്നൊക്കെയുള്ള വരുമാനങ്ങൾ, ഈ വരുമാനങ്ങളുടെയൊക്കെ ഒരു നില മാറി. ഇപ്പോൾ പാൻ ഇന്ത്യൻ സിനിമകളും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും എല്ലാം മാറി ഈ പഴയ കാലത്തിൽ നിന്ന് മാറിയപ്പോൾ ഇത്തരം സിനിമകളുടെ വരുമാന സ്രോതസ്സുകൾ ഒരുപാട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനെ കുറച്ച് കാണിക്കുകയും ഇൻഡസ്ട്രിയെ കുറച്ച് കാണിക്കുകയും അതിൻ്റെ വലിപ്പം കുറച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസി വളരെ തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സിനിമ നിർമ്മിക്കാൻ ഒരു നിർമ്മിതാവ് വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാളുടെ മോഹസാഫല്യമായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ഗാംബ്ലിംഗ് ആണ്. അപ്പം ഇതൊരു ചൂതാട്ടം പോലെയാണ്. സിനിമയിൽ വന്ന് പണം മുടക്കിയാൽ ആ പണം തിരിച്ച് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള അതൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഗാംബ്ലിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറായി വരുന്ന നിർമ്മിതാക്കളുണ്ട്. സിനിമ എടുക്കാൻ വേണ്ടി തന്നെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി സിനിമ എടുക്കാൻ വരുന്നവരുണ്ട്. സിനിമ എടുക്കണമെന്നുള്ള മോഹസാക്ഷാത്കാരമുള്ളവരുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർ ഇതൊക്കെ പറഞ്ഞാലും സിനിമാ നിർമ്മാണത്തിലേക്ക് വരും, സിനിമ എടുക്കാൻ വേണ്ടി വരും. അപ്പോൾ അത് വേറൊരു തരം അതിനോടുള്ള ഒരു ആവേശമോ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആഭിമുഖ്യമോ ഒക്കെ കൊണ്ടുവരുന്നതാണ്. മുമ്പൊക്കെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഓരോന്നിനും ഓരോ കാലയളവ് ഉണ്ടായിരുന്നു. വീഡിയോ റിലീസ് ചെയ്യുന്ന ഒരു വർഷം കഴിഞ്ഞ് അങ്ങനെ ഓരോന്നിനും ഓരോ കാലയളവ് വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറി വന്നു. ഇപ്പോൾ ഇതിനൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തിയേറ്ററിൽ വരികയും ഇതിൻ്റെ വീഡിയോ, സാറ്റലൈറ്റ്, OTT അങ്ങനെയൊക്കെയുള്ള റൈറ്റ്സുകൾ വിൽക്കുകയും അതിൻ്റെ ഫലങ്ങൾ അറിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാലം മാറിയപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കണക്കുകൾ പുറത്തുവിടുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ OTT റിലീസും അതുപോലെ തന്നെ സാറ്റലൈറ്റ് റിലീസും ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഈ സ്രോതസ്സുകളിൽ നിന്നുള്ള ലാഭങ്ങളെല്ലാം അല്ലെങ്കിൽ വരുമാനങ്ങളെല്ലാം സ്വാംശീകരിച്ചതിന് ശേഷം പ്രൊഡ്യൂസർക്ക് എത്ര കിട്ടി, ഡിസ്ട്രിബ്യൂട്ടർക്ക് ഇത്ര കിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ എക്സിബിറ്റേഴ്സിന് ഇത്ര കിട്ടി എന്ന് പറയുമ്പോൾ ഒരു സിനിമ
അല്ലെങ്കിൽ സിനിമ കളക്ട് ചെയ്ത വരുമാനത്തിൻ്റെ ഒരു ഘടന ഏറെക്കുറെ ബോധ്യപ്പെടും. ഇതൊക്കെ പറഞ്ഞാലും മലയാള സിനിമയിൽ റിലീസ് ചെയ്യുന്ന സിനിമകളിൽ ഏതാണ്ട് 90% സിനിമകളും സാമ്പത്തിക പരാജയമാണ് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ആ സത്യം പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വിജയിച്ച സിനിമകൾ, ഇപ്പോൾ ഒരു വർഷത്തിൽ ഈ വർഷത്തിൽ ഇപ്പോൾ 4-5 സിനിമകൾ വിജയിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ വിജയിച്ച സിനിമകളിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമയുടെയും ഇതുപോലത്തെ ഒരു നെറ്റ് ഷെയർ പുറത്തു വിട്ടപ്പോഴാണ് കുഞ്ചാക്കോ ബോബൻ വൈകാരികമായിട്ട് അതിനോട് പ്രതികരിച്ചത്. അപ്പോൾ ഈ കൊല്ലം വിജയിച്ച ഏറ്റവും നല്ല വിജയം നേടിയ ഒരു സിനിമയാണത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും പുറത്തുവിടാതെ അത്തരം കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഒരു പൂർണ്ണമായ വിവരം കിട്ടിയതിന് ശേഷം ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടാലും അതിനകത്തൊരു ഔചിത്യമുണ്ട്. അല്ലാതെ ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ 10,000 രൂപ കിട്ടി അല്ലെങ്കിൽ 1,00,000 രൂപയാണ് കളക്ട് ചെയ്ത് അങ്ങനെ നാണിപ്പിക്കുന്ന അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ഒരു കണക്ക് പുറത്തു വിടുകയും ആ നാണക്കേട് പുറത്ത് കാണിച്ചിട്ട് അതിൽ അമിതമായ ആഹ്ലാദം കൊള്ളുന്ന ആ ഒരു വൃത്തികേട് ആനന്ദം കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് അല്ലെങ്കിൽ ഒരു പുറത്തുവിടിയിലാണ് ഈ മാസാമാസമുള്ള പുറത്തുവിടിയിലെന്ന് ഇത് കേട്ടാൽ തോന്നും. ഇത് പുറത്തുവിടുന്നതിൽ തെറ്റുണ്ടെന്നല്ല, പക്ഷേ പുറത്തുവിടുന്നതിനൊരു വ്യവസ്ഥ, ഒരു സിനിമയുടെ ഏതെല്ലാം സ്രോതസ്സിൽ നിന്ന് വരുമാനം ലഭ്യമാകുന്നു, എന്തെല്ലാം തരത്തിൽ ആ സിനിമ കളക്ട് ചെയ്യുന്നു, ആ സിനിമയുടെ വലിപ്പം, അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊരു അർത്ഥവത്തായ ഒരു ലക്ഷ്യമുണ്ടെന്നോ. ഇതെന്തോ ഒന്ന് സ്വയം മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് പോലെയാണ് നമുക്ക്